എൻ്റെ പേര് ഡോക്ടർ സ്നേഹ റൂസൻ. ഞാൻ കുവൈറ്റിൽ എമോഷണൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ 19, 2019 ഇതെൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ 2ാമത്തെ തവണയാണ് ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. എമോച്ച് ഞാൻ ഡോക്ടറായി ജോലി ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് അവിടെ പഠിപ്പിക്കാനുള്ള 2 സാഹചര്യങ്ങൾ വന്നു. ഒന്ന് MBBS സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനും ഒന്ന് റെസിഡൻസി, അതായത് നമ്മുടെ MD ഡോക്ടേഴ്സിനെ പഠിപ്പിക്കാനുള്ള സാധ്യതയും. MBBS ഡോക്ടേഴ്സിനെ പഠിപ്പിക്കാനുള്ള ഞാൻ പ്രാർത്ഥിച്ച ആപ്ലിക്കേഷൻ ഇട്ടു, എനിക്കത് സാങ്ഷനായി. പക്ഷേ റെസിഡൻസി പ്രോഗ്രാമിൽ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് അവിടെ അലവൻസിൽ വേരിയേഷൻ വരികയും ആ വർഷം ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് എല്ലാം ചെയ്തു. കാരണം എൻ്റെ ഫ്രണ്ടായിരുന്നു പ്രോഗ്രാം ഡയറക്ടർ, എനിക്ക് കിട്ടുമെന്ന് എനിക്ക് 100% അറിയാമായിരുന്നു. എനിക്ക് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനൊരു വേരിയേഷൻ വന്നതുകൊണ്ട് ഞാൻ ആപ്ലിക്കേഷൻ പ്രാർത്ഥിച്ചൊക്കെയാണ് ഇട്ടത്. പക്ഷേ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ദിവസം ഒരു കോൾ വരികയാണ് എൻ്റെ പ്രോഗ്രാം ഡയറക്ടർ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൺഗ്രാജുലേഷൻ ഡോക്ടർ സ്നേഹ എന്ന് പറയാനാണ് വിളിക്കുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നോട് പറഞ്ഞു, സോറി, ഈ വർഷം പുതിയതായിട്ട് ആരെയും ആ ഒരു പോസ്റ്റിലേക്ക് എടുക്കുന്നില്ല എന്ന് യൂണിവേഴ്സിറ്റിയുടെ റൂൾ വന്നു എന്ന് പറഞ്ഞു. എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഒരു ട്യൂട്ടർ പോസ്റ്റ് എനിക്ക് കിട്ടിയല്ലോ. എന്നാലും എനിക്ക് PG സ്റ്റുഡൻസിനെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി ധ്യാനം കൂടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും ഈശോയെ മാതാവേ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും, ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 2022 ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഈ കിംസ്, അതായത് കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു ലിങ്ക് വരികയാണ്. കാരണം നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. അതുകൂടാതെ ഒരു പുതിയ യൂസർ നെയിമും പാസ്വേഡും അവർ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ 1-2 ദിവസം ഞാൻ വിചാരിച്ചു ബൈ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം ഡയറക്ടറോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ലിങ്ക് വന്നു. പുള്ളിക്കാർ പറഞ്ഞു, നിനക്ക് വന്ന ലിങ്ക് അല്ലേ, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. പക്ഷേ പ്രതീക്ഷ വേണ്ട, കാരണം യൂണിവേഴ്സിറ്റി റൂളാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഉടമ്പടി കാഴ്ചരൂപം വെച്ച് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ആപ്ലിക്കേഷൻ ഇട്ടു. അവരെന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് വരുന്നത് എൻ്റെ ഡ്യൂട്ടി റോസ്റ്ററാണ്, അത് പഠിപ്പിക്കാനുള്ള ടൈം ടേബിളാണ് എനിക്ക് അവർ അയച്ചു തരുന്നത്. അന്ന് മാതാവ് എനിക്കൊരു, കാരണം ഞാൻ കിട്ടില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിച്ചിരുന്ന കാര്യമായിരുന്നു. അന്ന് ആ സമയത്ത് അലവൻസ് കൂടിയ സമയത്ത് പുതുതായിട്ട് എടുത്ത ഏക ഡോക്ടർ ഞാൻ മാത്രമായിരുന്നു ആ ഒരു ഡിവിഷനിൽ. അങ്ങനെ മാതാവ് എനിക്കൊരു വലിയൊരു കാര്യം ചെയ്തു തന്നു. 2019 തൊട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമായിരുന്നു, എനിക്ക് FRC പാത്ത് എക്സാം പാസ്സാവണം. FRC പാത്ത് എന്ന് വെച്ചാൽ അതൊരു UK ഫെലോഷിപ്പ് എക്സാമാണ്, ഫെലോ ഓഫ് റോയൽ കോളേജ് ഓഫ് പത്തോളജിസ്റ്റ് എന്നുള്ള. ഞാൻ ഉടമ്പടി വെച്ചിരുന്നെങ്കിലും എനിക്ക് അവിടെ ജോലിയുണ്ട്, കുട്ടികളുണ്ട്, ഭയങ്കര തിരക്കാണ്. നാട്ടിലെ പോലെയല്ല, നമ്മൾ ഫുള്ളി ബിസിയാണ്. അപ്പോൾ എനിക്കതിന് പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി പുതുക്കുമ്പോഴൊക്കെ എൻ്റെ ആഗ്രഹമായതുകൊണ്ട് ഞാനത് വെച്ചു. പക്ഷേ മാതാവ് 2022 തൊട്ട് ഇങ്ങനെ ഈ ടീച്ചിങ് പൊസിഷനിലേക്ക് എന്നെ മാറ്റി എന്നെ ഒരുക്കുകയായിരുന്നു. കാരണം ഇതൊരു എക്സാം എഴുതണമെങ്കിൽ നമ്മളൊരു അക്കാഡമിക്കായിട്ട് നമ്മൾ മാറണം. ഡോക്ടറായിട്ട് ഡ്യൂട്ടി ചെയ്താൽ മാത്രം പോരാ. അപ്പോൾ ഒരു അക്കാഡമിഷ്യനായി എന്നെ ഉയർത്തി ഞാൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം ഞാൻ സ്വയം ട്രെയിൻഡ് ആവുകയായിരുന്നു. 2024 എനിക്ക് ശക്തമായ തോന്നൽ, കാരണം ഈ എക്സാം ഒരു വർഷം 2 പ്രാവശ്യമുണ്ട്, സെപ്റ്റംബറിലും പിന്നെ ഏപ്രിൽ മെയ് സമയത്തും ഉണ്ട്. അപ്പം 2024 ജൂലൈ ആയപ്പം അത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന സമയമായി. അപ്ലൈ ചെയ്യും എനിക്ക് ശക്തമായ തോന്നൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട്, എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കാരണം നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, നമ്മൾ UK ട്രെയിൻഡ് അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ പ്രാവശ്യം ഒന്ന് എഴുതി നോക്കാം, പാസ്സാവാൻ സാധ്യതയില്ല പോട്ടെ, പക്ഷേ നമുക്കൊരു എക്സാമിനെ പറ്റി ഒരു ഐഡിയ കിട്ടും, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം പഠിക്കുന്നുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്. എന്നാലും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് രാത്രിയൊക്കെ ഇരുന്ന് ഞാൻ പഠിച്ചു, പ്രാർത്ഥിച്ചു. പഠിക്കുന്നേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പണ്ടൊക്കെ നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ ഒരു ജപമാല മാത്രം ചെയ്തത് ഞാൻ 5-10 ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി, സങ്കീർത്തനങ്ങളും ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ. കാരണം അങ്ങനെ ഞാൻ നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്. പക്ഷേ അങ്ങനെ പ്രാർത്ഥനയും പഠിത്തവും പ്രാർത്ഥിക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാം എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ ഉടമ്പടിയാണ്. അപ്പോൾ ഞാൻ സെപ്റ്റംബറിൽ എക്സാം എഴുതി. ഞാൻ ഇതുവരെ ഈ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും തീരുമാനിച്ചു ഒക്ടോബർ ഞങ്ങൾ വന്ന് ഈ നിയോഗം സമർപ്പിച്ച് അഖണ്ഡ ജപമാലയിൽ സംബന്ധിക്കും. ഞങ്ങൾ വന്നു, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഹോദരങ്ങളെ 8 പേര് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നു. ഞങ്ങൾ അഖണ്ഡ ജപമാല എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് അത് പൂർണ്ണമാക്കി. ഒക്ടോബറിൽ കഴിഞ്ഞ് നവംബറിൽ റിസൾട്ട് വന്നു. ഞങ്ങൾ 2 പേരാണ് കുവൈറ്റിൽ നിന്ന് എഴുതിയത്. പക്ഷേ ദൈവകൃപയാൽ എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാർട്ട് 1 എക്സാം ക്ലിയറായി. അത് നമുക്ക് ഡിപ്ലോമേറ്റ് എന്ന പൊസിഷനാണ് കിട്ടുക. അപ്പോൾ ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് എനിക്കൊരു 65 എന്നൊരു
ഒരു നമ്പർ എൻ്റെ മനസ്സിലേക്ക് മാധവ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 65 എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ മാർക്കായിരിക്കാം. 65% കിട്ടിയാൽ ചിലപ്പോൾ പാസ്സാവാതിരിക്കാം. കാരണം ഇതിൻ്റെ ഒരു പെർസെൻറ്റേജിലാണ് അവരെടുക്കുക. അപ്പോൾ റിസൾട്ട് വന്നപ്പം ആ വർഷത്തെ 65 ആയിരുന്നു കട്ട് ഓഫ്. പക്ഷേ മാധവ് എനിക്ക് 75% മാർക്ക് തന്ന് ഉന്നതമായ വിജയം ഈശോയിലൂടെ എനിക്ക് ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്നു. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ യൂഷ്വലി ആരും ഉടനെ എഴുതാറില്ല, കാരണം നമുക്ക് കുറേ സമയം വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തതല്ലേ, അപ്പം നമ്മുടെ മെറിറ്റല്ല നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ സമയമില്ല, അത്രയും പോരാ. അതും 2 മൊഡ്യൂളാണുള്ളത്, മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം. അതിന് ഒരുപാട് പ്രിപ്പയർ ചെയ്യാനുണ്ട്, നമുക്ക് ജോലിയോടൊപ്പം അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു മൊഡ്യൂൾ മാത്രം എഴുതാം, അടുത്ത മൊഡ്യൂൾ അടുത്ത പ്രാവശ്യം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം UK പോകണം, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, വിസ, അക്കോമഡേഷൻ ഇതെല്ലാം എക്സ്പെൻസീവാണ്, എക്സാമും എക്സ്പെൻസീവാണ്. അപ്പോൾ ഹസ്ബൻഡ് നീ പോകുന്നല്ലേ, നീ 2ഉം എഴുത്, നമുക്ക് മാതാവും ഈശോയും നമ്മളോട് കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി ആ ഒക്ടോബറിൽ വന്ന് എടുത്തു. ഞങ്ങൾ 2 പേരും ഈ ഒരു കാര്യം നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എഴുതി, അതിൽ മൊഡ്യൂൾ 1 ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. മൊഡ്യൂൾ 2 പോട്ടെ, നെക്സ്റ്റ് ടൈം എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു. മൊഡ്യൂൾ 1ൻ്റെ ഫസ്റ്റ് പാർട്ട് OSP, അതിനുവേണ്ടി ഞാൻ ശരിക്കും നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാധവ് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്, ഒരു 65% ഒക്കെ ആയിരിക്കും കട്ട് ഓഫ്, എനിക്കത് തരണം. പക്ഷേ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കൊരു 50% കാര്യങ്ങൾ എനിക്ക് അറിയത്തുള്ളൂ, ബാക്കി കാര്യങ്ങൾ എനിക്ക് ഭയങ്കര വേഗ് ഐഡിയയാണ്. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മിപ്പിച്ച് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ മെറിറ്റിലാണ് അവിടെ ഞാൻ വിശ്വസിച്ചതെന്ന് എനിക്ക് ആ എക്സാം എഴുതുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, തൈലം പൂശിയാണ് കയറിയത്. അപ്പോൾ ഞാൻ കാശുരൂപത്തെ മുറുക്കെ പിടിച്ച് പറഞ്ഞു, മാതാവേ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ മെറിറ്റല്ല, എൻ്റെ മെറിറ്റ് എനിക്ക് കിട്ടത്തില്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പക്ഷെ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എഴുതി, എനിക്ക് എന്താ എഴുതിയെന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ പണ്ട് MBBSൻ്റെ പഠിച്ച കാര്യങ്ങളായിരിക്കാം, അല്ല MDക്ക് ഞാൻ പഠിച്ച കാര്യങ്ങളായിരിക്കാം. ഈ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർഡ് അല്ല, പക്ഷേ എനിക്ക് പല കാര്യങ്ങളും പല ഗൈഡ് ലൈൻസും ഒക്കെ മാതാവ് എനിക്ക് ഓർമ്മിപ്പിച്ച് തന്നു. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയത്, കാരണം ആ ഒരു പാർട്ട് അതായിരിക്കും എനിക്ക് ഏറ്റവും ഈസി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ നടന്നില്ല. അതിൻ്റെ പ്രാക്ടിക്കൽ എനിക്ക് ടഫായിരുന്നു. നെക്സ്റ്റ് ഡേക്ക് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, കാരണം 5 മണി വരെ എക്സാം ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്നതിനേക്ക് 1 hour ട്രാവൽ കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടയേർഡാണ്. ചെന്ന് ഞാനൊരു പള്ളിയുണ്ട്, അവിടെ പള്ളി കുർബാനയ്ക്ക് പോകുമായിരുന്നു, ഇംഗ്ലീഷ് കുർബാനയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പിന്നെ പിറ്റേ ദിവസം രാവിലെ എക്സാമിന് വന്നു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല, അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും വരണം. അത് ഈ സമയത്ത് ഞാൻ വെക്കേഷന് വരുവാണ്, അപ്പോൾ ഈ സെപ്റ്റംബറിൽ പറ്റത്തില്ല. സോ 2026 ഏപ്രിൽ എനിക്കൊരു ചാൻസ് ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് മൊഡ്യൂൾ എനിക്കെല്ലാം ഒരു 6 മെയിൻ ക്വസ്റ്റ്യൻസിൽ 4 എനിക്ക് അറിയാൻ പറ്റുന്നു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ വന്നു, അപ്പോൾ ചിലപ്പോൾ മൊഡ്യൂൾ 2 കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ഞാൻ പിന്നെ ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കാരണം എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ 100% എനിക്ക് മനസ്സിലായി. നന്നായി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് കുവൈറ്റിലൊരു അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട്, അവിടെ വെള്ളിയാഴ്ചകളിൽ അഖണ്ഡ ജപമാലയുണ്ട്. ഞങ്ങൾ 2 പേരും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ നിയോഗം സമർപ്പിച്ച് അവിടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പം എൻ്റെ കൂടെ എനിക്ക് UK നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെ, അവിടുത്തെ ആൾക്കാർ, നമുക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കാരണം നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. അവരൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതിനുവേണ്ടി മാതാവ് അവരെ ഒരുക്കി. പക്ഷെ അവരിൽ പലർക്കും വിജയം നേടാൻ സാധിച്ചില്ല. പക്ഷെ മാതാവ് അത്ഭുതകരമായി എന്നെ ഉയർത്തി. ഒരു 7 months ഗ്യാപ്പിൽ എനിക്ക് 2 എക്സാമും ക്ലിയർ ചെയ്ത് ഞാനിപ്പം ഫെലോ ഓഫ് റോയൽ കോളേജ് ഓഫ് പത്തോളജിസ്റ്റ് എന്ന ടൈറ്റിലോട് കൂടി ഇവിടെ നിൽക്കുകയാണ്. ഒത്തിരി സന്തോഷവും ഒത്തിരി നന്ദിയോടും കൂടി നിൽക്കുന്നു. ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. ഇതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ഈ ഉടമ്പടി വഴി. ഒത്തിരി, കാരണം പണ്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന വെച്ച് കടക്കാൻ നേരത്തെ ഒരു സ്വർഗ്ഗസ്നായ പിതാവേ ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലിക്കടന്ന്, കാരണം നമുക്കറിയാം NRIs ആണ്, നമ്മൾ തിരക്കാണ്, നമ്മുടെ പ്രയോറിറ്റികൾ മാറും. ചിലപ്പം വീക്കെൻഡ്സിൽ പുറത്തു പോവും, അപ്പോൾ പ്രാർത്ഥന ഉണ്ടാവില്ല. അതിൽ നിന്നൊക്കെ മാറി ഇപ്പം ഞങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ച്, അതും 2 ജപമാലയൊക്കെ ഒന്നിച്ച് മുട്ടിക്കുത്തി നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. അതേപോലെ ഡെയിലി ദിവ്യബലിയിൽ പങ്കെടുക്കാൻ, കാരണം അതൊക്കെ ചിലപ്പോൾ വീക്കെൻഡ്സിലോ അല്ലെ ഫ്രൈഡേ സാറ്റർഡേ മാത്രം നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. അതൊക്കെ നല്ല ഭക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയുടെ ഒരു ആഴം മനസ്സിലാക്കി ചെയ്യുവാൻ ഉടമ്പടി ഒരുപാട് സഹായിച്ചു. അതുപോലെ നമുക്ക് സാധിക്കുന്ന രീതിയിൽ സാമ്പത്തികമായും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ മാതാവ് ഞങ്ങളെ ഒരുക്കുന്നു. ഈ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടുന്ന് ഞങ്ങൾ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അവിടെ ഈവൻ നോൺ ക്രിസ്ത്യൻസിനും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസ് അല്ലാത്തവർക്കുമൊക്കെ നമുക്ക് ഈ പത്രം വിതരണം ചെയ്യുവാനും നമ്മുടെ മാതാവിനെ പറ്റി അവരോട് സംസാരിക്കുവാനും ദൈവം നമ്മളെ ഒരുക്കുന്നു. അതുപോലെ ഡെയിലി ബ്രെഡും ഉടമ്പടി ആരാധനകളും സാക്ഷ്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഞങ്ങളിതിനെ എപ്പോഴും എൻ്റെ
അച്ഛൻ പറയുന്ന പോലെ ഒരു പ്രാർത്ഥനയുണ്ട്, യേശു കർത്താവാണ്, കൃപാസന പ്രസാദകരും മാതാവേ, അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്നുള്ള പ്രാർത്ഥന. അത് വളരെ ശക്തമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടാണ് എന്ത് കാര്യങ്ങളും, പുതുതായുള്ള ഏത് കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം ഈ എക്സാം സമയത്ത് ശാരീരികമായിട്ട് ഒത്തിരി സ്ട്രെസ്ഡ് ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് അസുഖങ്ങൾ, ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. അതുപോലെ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രതിസന്ധികൾ. കാരണം എനിക്കിനി പഠിക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് ഞാൻ വന്നു. കാരണം എൻ്റെ കൊളീഗ്സൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അവർ ലീവ് എടുത്ത് പോകുന്നു. അപ്പം ഡ്യൂട്ടി മുഴുവൻ ഹാൻഡിൽ ചെയ്യണം, അതോടൊപ്പം പഠിക്കണം, എല്ലാം കൂടിയായിരുന്നു. പക്ഷേ അപ്പം എൻ്റെ കഴിവില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ മാതാവ് മനസ്സിലായി. കാരണം എനിക്ക് പഠിക്കാൻ സമയമില്ല, ആരോഗ്യമില്ല, ഞാൻ വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. അങ്ങനെ എനിക്ക് മാതാവ് വിജയം തന്ന്, അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ പൂർണ്ണമായും ഞാനും എൻ്റെ കുടുംബവും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുപോലെ ഒരു സൗഖ്യസാക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് 3rd ഡെലിവറി കഴിഞ്ഞ് അത് ഈ മാതാവിനോട് ചോദിച്ച് വാങ്ങിച്ചൊരു പെൺകുഞ്ഞായിരുന്നു. അതിന് സാക്ഷ്യം പറഞ്ഞതാണ്. പക്ഷേ ആ ഒരു ഡെലിവറി ടൈമിൽ എനിക്ക് ഹെമറോയിഡ്സ് വന്നു, അതായത് നമുക്ക് ബ്ലീഡിങ് പെർ റെക്റ്റം. അത് നോർമൽ കോംപ്ലിക്കേഷനാണ്. സാധാരണഗതിയിൽ അതൊരു 6 വീക്സ് കഴിഞ്ഞ് നമുക്കത് സൗഖ്യം പ്രാപിക്കും. പക്ഷേ എനിക്ക് 6 വീക്സ് കഴിഞ്ഞു, 6 months ആയി, എനിക്ക് മാറുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഡയറ്റും എക്സസൈസും ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തു. ഞാൻ പക്ഷേ ഡോക്ടേഴ്സിനൊന്നും കണ്ടില്ല. എനിക്ക് അവിടെയാണ്, എനിക്ക് അങ്ങനെ കാണിക്കണം തോന്നിയില്ല. പക്ഷേ എനിക്കത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യുവാണ്. ചില സമയത്ത് എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 1 year കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഇനി മാറത്തില്ല. ഏതൊരു ഞാൻ വല്ല ലേസർ ചെയ്യണം, അല്ലെ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എന്തെങ്കിലും ഉടമ്പടി എടുത്തതാണ്, ഞാൻ ഇത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. ഒരു 2-3 വീക്സിനുള്ളിൽ എനിക്കത് മാറി. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2024 ഡിസംബറിൽ വന്ന് 23 ഡിസംബറിൽ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ കുഞ്ഞുമായിട്ട് വന്ന സമയത്ത് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അപ്പോൾ ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. അധികം സാക്ഷി ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ അധികമില്ല, പിന്നെ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് എനിക്ക് വീണ്ടും ബ്ലീഡിങ് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാതാവിനോട് തെറ്റ് ചെയ്തു. ഞാൻ പിന്നെ ക്ഷമ പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതെനിക്ക് പിന്നെ ഇപ്പോൾ ഒരിക്കലും വന്നിട്ടില്ല. അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. യോഹന്നാൻ 15:7-8 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഡോക്ടർ സ്നേഹ റൂസൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ പങ്കുവച്ചത്. മകൾ 3 സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ആദ്യത്തേത് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മകൾക്ക് അവിടെ MBBS സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങിക്കിട്ടിയതും അതിലേക്ക് അത്ഭുതകരമായി തിരഞ്ഞെടുക്കപ്പെട്ടതുമാണ്. ഒത്തിരി തടസ്സങ്ങളും ആ സമയത്ത് കിട്ടില്ല എന്ന് നേരിട്ട് അറിയിച്ചതുമായ വിഷയങ്ങളിൽ അമ്മ മാതാവ് തന്നെ ഇടപെട്ട് മകൾക്ക് അവിടെ പഠിപ്പിക്കുവാനുള്ള അവസരം ഒരുങ്ങിക്കിട്ടുകയും അതുവഴി ആ പഠന മേഖലകൾ, മകൾ പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ മേഖലകളിൽ കൂടുതൽ അവഗാഹം നേടുവാൻ മകളെ അതുവഴി ഒരുക്കുകയും ചെയ്തു. രണ്ടാമത്തത് മകൾ സാക്ഷ്യപ്പെടുത്തിയത് FRCP എന്ന ഫോറിൻ ഫെലോഷിപ്പ് കിട്ടുന്നതിന് വേണ്ടിയുള്ള മകളുടെ പരിശ്രമമാണ്. വളരെ കഠിനമായ പരിശ്രമം വേണ്ട, ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു അതോറിറ്റിയായി ആ ഫെലോഷിപ്പ് കിട്ടുമ്പോൾ ഒരു വ്യക്തി മാറ്റപ്പെടുന്ന ഉന്നതമായ ഒരു ഫെലോഷിപ്പിന് വേണ്ടിയാണ് മകൾ പിന്നീട് പഠിക്കുന്നത്. മകൾ ആ സമയത്ത് 2-3 കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം കരുതി കഴിവ് കൊണ്ട് കുറേയൊക്കെ അത് പഠിച്ചു പോകാം, MBBS MD ഡിഗ്രികളുള്ളതാണ്, അതുകൊണ്ട് കുറേ പരിജ്ഞാനമുണ്ട് ഈ മേഖലയിൽ, അതുകൊണ്ട് നോക്കാമെന്ന് കരുതി. പക്ഷേ പിന്നീട് സഹോദരി പറയുന്നുണ്ട്, സാഹചര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറിക്കൊണ്ടിരുന്നു. ഒരു ലെക്ചറായി പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സുകൾ ഒത്തിരി കൂടി വന്നു, ഡ്യൂട്ടി ഒത്തിരി കൂടി വന്നു. പലരും ലീവെടുത്ത് പോകുന്നതനുസരിച്ച് ഡ്യൂട്ടിയുടെ ടൈമും അത് മാനേജ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളും ഒത്തിരി കൂടി വന്നു. അപ്പോൾ പഠിക്കുവാൻ തന്നെ സമയമില്ലാത്ത വിധം കാര്യങ്ങളേറെ ക്ലേശത്തിലായി. വായിക്കാനുള്ളതിലേറെ വിശാലമായിട്ട് വാസ്റ്റായിട്ട് അതിൻ്റെ പാഠ്യഭാഗങ്ങളും പഠിക്കുവാനുള്ള കാര്യങ്ങളുമൊക്കെ മകൾക്ക് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് ഇൻ്റർനാഷണലി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള
ഒരു എക്സാം ആയതുകൊണ്ട് അതിനു വേണ്ടുന്ന ഒരുക്കം നിസ്സാരമായി ചെയ്യാൻ സാധിക്കുന്നതുമായിരുന്നില്ല. അതുകൊണ്ടാണ് മകൾ പറയുക, ഞാൻ ഉടമ്പടി തൈലം പൂശി, ഉടമ്പടി ഉപ്പ് കരത്തിൽ ചേർത്ത് പിടിച്ച്, ഉടമ്പടി കാശുരൂപം ധരിച്ചാണ് FRCP പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറെടുത്ത് പോയത്. ആദ്യത്തെ ഒരു പരീക്ഷ എഴുതുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇതെൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് നേടാനാവില്ല. കാരണം എനിക്ക് പലതും അതിൽ നോക്കി മനസ്സിലാക്കിയെടുക്കുവാൻ പോലും പറ്റുന്നില്ല. അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു കൊണ്ടിരുന്നു. മകൾ പറയുന്നുണ്ട് 7 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ അതിൻ്റെ 2 പരീക്ഷകളും 2 മൊഡ്യൂൾ പരീക്ഷകളും വിജയിച്ചുകൊണ്ട് FRCP എന്ന ആ ഒരു ഫെലോഷിപ്പ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് സ്വന്തമാക്കിയാണ് ഇന്ന് അമ്മയുടെ ഈ നടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം കഴിവ് കൊണ്ട് കിട്ടിയതല്ല, പഠനം കൊണ്ട് കിട്ടിയതല്ല, മറിച്ച് എൻ്റെ അമ്മ മാതാവ് എന്നെ ആ നാളുകളിൽ പ്രത്യേകമാവിധം സംരക്ഷിക്കുകയും പ്രാർത്ഥനയിൽ എന്നെ ആഴപ്പെടുത്തുകയും അമ്മ മാതാവിൽ ശരണപ്പെട്ട് ഓരോ കാര്യവും ചെയ്യുവാൻ, ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്തതുകൊണ്ട് എനിക്ക് ആ നാളുകളിൽ പഠിക്കാത്തത് പോലും പണ്ട് പഠിച്ചതുപോലും ആ നിമിഷങ്ങളിൽ എൻ്റെ അമ്മ മാതാവ് വേണ്ട സമയത്ത് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് എന്നെ സഹായിച്ചു കൊണ്ടിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, മകളുടെ വാക്കുകളിൽ ശ്രദ്ധിക്കേണ്ടത്, ഏറെ തിരക്കുള്ള ഒരു ഡോക്ടറാണ്. ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ഒത്തിരി പഠന മേഖലകൾ ഒക്കെ ഉള്ളപ്പോഴും അനുദിന ദിവ്യബലി മുടങ്ങാതെ പങ്കുചേരുന്നതിൻ്റെ ആ ഒരു സന്തോഷം മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അനുദിന ദിവ്യബലിയിൽ നിന്ന് ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ഒഴിവ് കണ്ടെത്താൻ വേണ്ടി ചിലപ്പോൾ നോക്കാറുണ്ട്. പ്രത്യേകിച്ച് കാരണമോ തിരക്കോ ഒന്നുമില്ലെങ്കിൽ നാം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയും, എന്തെങ്കിലും അല്പം ദൂരക്കൂടുതൽ പറയും, ഒക്കെ പറഞ്ഞ് ആ അനുദിന ദിവ്യബലിയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാൻ നോക്കാറുണ്ട്. അനുദിന ദിവ്യബലി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഈശോയുടെ പീഡാസഹനത്തോട്, മരണോത്ഥാനത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ തിരുരക്തത്താലും തിരുശരീരത്താലും നമ്മളെ സംരക്ഷിക്കുകയും പ്രസാദപരം നിറച്ചു നൽകിക്കൊണ്ട് ഓരോ ദിവസവും പുതിയ സന്തോഷത്തോടെ, പുതിയ ആത്മീയതയോടുകൂടി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതുമാണ്. മകൾ തൻ്റെ ഏറ്റവും ബിസി ഹെക്റ്റിക് ഷെഡ്യൂളിൽ പോലും ഒരിക്കൽ പോലും എന്താണോ ഉടമ്പടിയോട് ചേർന്നുള്ളത് ആ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും മകൾ നോക്കിയിട്ടില്ല. മകൾ പറഞ്ഞിരുന്നു, നേരത്തെ ഉടമ്പടിക്ക് മുമ്പ് വീക്കെൻഡ് പ്രോഗ്രാം പോവുക, സന്ധ്യാപ്രാർത്ഥന വേണമെങ്കിലൊന്ന് മുടക്കുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത നാൾ മുതൽ അത് അനുദിന ദിവ്യബലിയിലുള്ള പങ്കാളിത്തം, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലുള്ള സ്ഥിരത, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള തീഷ്ണത, മറ്റുള്ളവരോട് ഏറ്റവും കരുണയോടും സ്നേഹത്തോടും കൂടി ഒരു ദൈവസ്നേഹത്തോടെ മറ്റുള്ളവർക്ക് ജീവിതം പങ്കുവയ്ക്കുവാനുള്ള സന്മനസ്, അതൊക്കെ ഉടമ്പടിയിലൂടെ കൈമാറിയതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി യാതൊരു എക്സ്ക്യൂസും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ക്ഷയിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങൾ ചെയ്യില്ലായിരുന്നു. അത് 2 ജപമാലകൾ ചൊല്ലുന്നത് എവിടെ പോയി വന്നാലും എത്ര വൈകിയാലും അമ്മയോട് കൃത്യമായി സംസാരിച്ച് പ്രാർത്ഥിച്ച് എളിമപ്പെട്ട് ആ ഒരു ബന്ധത്തിലാണ് ജീവിതത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇത്രയും എനിക്ക് ഡിഗ്രികളും ജോലിയും ഉണ്ടെങ്കിൽ കൂടിയും മറ്റൊരാളോട് അമ്മയെക്കുറിച്ച് പറയുവാൻ, വിശ്വാസത്തിൽ ബലപ്പെടുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ വേണ്ടി എൻ്റെ അധരം കൊണ്ടവരോട് വിശ്വാസ കൈമാറ്റത്തിന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നുവെന്ന. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ എളിമപ്പെടുത്തുമ്പോൾ നമുക്കത് ദൈവസന്നിധിയിൽ വലിയ കൃപയ്ക്കുള്ള കാരണമായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ക്ലേശ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമുക്ക് അനുഗ്രഹത്തിൻ്റെ വഴിയൊരുക്കി തരുന്നത് അനുഭവിക്കുവാനാവും. ഡോക്ടർ പറഞ്ഞ മറ്റൊരു വിഷയം, തനിക്ക് വന്ന ശാരീരികമായൊരു രോഗാവസ്ഥയാണ്. 3ാമത്തെ കുഞ്ഞ് അമ്മ മാതാവിനോട് ചോദിച്ച് ഞാൻ വാങ്ങിയത് ലഭിച്ചതുമാണ്. അതിനുശേഷം എൻ്റെ ശാരീരികമായി വന്ന ഒരു വയ്യായിക, അത് ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞിട്ടും മാറാതെ വല്ലാത്ത രീതിയിൽ ജീവിതം ബുദ്ധിമുട്ടിച്ചപ്പോൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അതിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തുവെന്ന അതൊരു ഡോക്ടർ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉടമ്പടി തൈലം എത്ര കണ്ട് പവർഫുള്ളാണ്, ദൈവികമായ ശക്തിയെ പ്രസരിപ്പിക്കുന്നതും നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് പരിഹരിക്കുവാൻ ശക്തിയുള്ളതുമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഓരോന്നും അത് ജോസഫ് അച്ഛൻ
തനിക്കുള്ള ആത്മീയ കൃപകൾ ഉപയോഗിച്ച് പ്രത്യേകമാവതും പ്രാർത്ഥിച്ചാശീർവദിച്ച് നമുക്ക് കൈമാറുന്നതാണ്. വിശ്വാസത്തോടെ ദൈവാനുഗ്രഹത്തിന് ഇത് കാരണമാകുമെന്ന ബോധ്യത്തോടു കൂടി നാം അത് ഉപയോഗിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ, യേശുവിൻ്റെ സൗഖ്യാനുഭവത്തിൻ്റെ സാക്ഷികളാകുവാൻ നമ്മളെ അത് മാറ്റിക്കൊണ്ടിരിക്കും. നമുക്കത് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കും. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.